ഹായ് ഹലോ, ഇന്ന് ഞാൻ റെയിൻബോ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്ത റെയിൻബോ കേക്കാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എഗ്ലെസ് കേക്കാണ് ചെയ്യുന്നത്. 1 kg കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് 2 കപ്പ് മൈദ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം എഗ്ഗ് വേണമെന്നുള്ളവർ 1 കപ്പ് തന്നെ മതിയാവും. ഇത് എഗ്ലെസ് ആയതുകൊണ്ടാണ് 2 കപ്പ് ഞാൻ യൂസ് ചെയ്തത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ തികച്ച് ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് മൂന്നും കൂടി ഒന്ന് നന്നായിട്ട് അരിച്ചൊരു 3 പ്രാവശ്യം അരിച്ചിട്ട് അതിനെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഈ വീഡിയോ അല്ല, ഈ ചാനലിലുള്ള ഏത് വീഡിയോ ആയാലും മുഴുവനായിട്ടും കാണുക. ആ ഒരു വീഡിയോയ്ക്ക് പറ്റിയ നല്ല നല്ല കമൻറ്റ്സ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. നല്ല കമൻറ്റ്സിൽ നിന്നാണ് നമ്മൾ എപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ നല്ല കമൻറ്റ്സ് ഇട്ട് സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഗിവ് അവേക്ക് സമ്മാനം നൽകുന്നത്. അപ്പോൾ എല്ലാവരും മടിച്ച് നിൽക്കാണ്ട് അതിൽ പങ്കെടുക്കാം കേട്ടോ. അപ്പോൾ 3 പ്രാവശ്യം അരിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര എടുക്കാം, അതിനൊന്ന് പൊടിച്ചെടുക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ പഞ്ചസാര 1.5 കപ്പ് പഞ്ചസാര കിട്ടിയിട്ടുണ്ടാവും, പൊടിച്ച പഞ്ചസാര. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതെടുത്തത്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ട്, ഡ്രൈ ബൗളാണ്, അതിലേക്ക് 1 കപ്പ് പുളി ഇല്ലാത്ത തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പഞ്ചസാരയും ഈ തൈരിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ കിട്ടണം. എഗ്ഗ് ഇല്ലാന്ന് വെച്ചിട്ട് പേടിക്കുക വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം എഗ്ഗ് ഉണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് വരെ ചേർക്കാം. എഗ്ഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1/2 കപ്പ് മാത്രമേ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നുള്ള് 1/4 ടീസ്പൂണൊന്നുമില്ല, അതിനേക്കാളും പകുതി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇടാം, കുഴപ്പമില്ല. അതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഹാൻഡ് മിക്സർ തന്നെ വേണമെന്നില്ല, അല്ലാതെ വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചിടാൻ പാടില്ല, എങ്കിൽ കട്ട കെട്ടിപ്പോവും. നമ്മുടെ എഗ്ലെസ് കേക്കാണ്, അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. കാരണം എഗ്ഗ് ഇട്ടിട്ടുള്ള കേക്ക് പോലെ അല്ല, ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ഒരു പകുതി ഭാഗം നമ്മുടെ മാവിട്ട് കഴിയുമ്പോഴേക്കും തന്നെ ഇതൊന്ന് തിക്കനാവാൻ തുടങ്ങും. തിക്കായി തുടങ്ങുന്ന സമയത്തേക്ക് നമ്മൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. എനിക്ക് ഏകദേശം ഒരു 1/2 കപ്പ് പാല് വേണ്ടി വന്നിട്ടുണ്ട്. പാൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളവും യൂസ് ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾ ബട്ടർ മിൽക്ക് യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ തൈര് ചേർത്തുകൊണ്ട് ബട്ടർ മിൽക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും പാലോ വെള്ളമോ ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പം പാലോ വെള്ളമോ ചേർത്താൽ മതിയാവും. അപ്പോൾ അത് കൂടി ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തിക്കാകുമ്പോൾ കണ്ടോ, എൻ്റെ തിക്കായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പാല് കുറേശ്ശേ ചേർക്കാവൂ, എല്ലാം കൂടെ ചേർക്കരുത്. ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് മാത്രം നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ ഒരുപാട് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഭയങ്കര ലൂസാവും. അപ്പോൾ ഇത് ഒരുപാട് ലൂസാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് വേണം അതിനെ ഒന്ന് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ബാറ്റർ മുഴുവനും മിക്സ് ചെയ്തു. ഇനി ഒരു 7 ഒരേ അളവിലുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മളിതിന് 7 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മുടെ ബാറ്റർ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിനുവേണ്ടി നമ്മളൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റ് ഒരേ അളവിന് തന്നെ എല്ലാം കിട്ടും. ഇല്ല എങ്കിൽ അല്ലാതെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതലും ഒന്നിൽ കുറവൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് 7 ഒരേപോലത്തെ അളവിന് കിട്ടണം. പിന്നെ 7 കളർ ഇല്ലാത്തവർ 6 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 7 കളേഴ്സും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ 7 ഗ്ലാസ് എടുത്തത്. അപ്പോൾ ഞാൻ 2 ഒരേ സൈസിലുള്ള
ബേക്കിംഗ് ടിന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിൽ ആദ്യം ചേർത്തേക്കുന്നത് വയലറ്റ് ആണ്. എൻ്റെ കയ്യിൽ വയലറ്റ് കളർ ഉള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വയലറ്റ് ഇല്ലാത്തവർക്ക് എങ്ങനെ ചേർക്കണം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതെന്താണ് കോമ്പിനേഷൻ എന്ന്, ഏത് കളർ നിങ്ങളുടെ കയ്യിലുള്ള കളർ തന്നെ വെച്ച് ചെയ്യാം. അതായത് ബ്ലൂവും റെഡും യെല്ലോയും മാത്രം മതി നിങ്ങൾക്ക് ഈ 6 കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ എൻ്റെ കയ്യിൽ ഇൻഡിഗോ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അതും മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ 2 ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓവൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ബേക്കിംഗ് ടൈം വ്യത്യാസം വരുന്നത്. എനിക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 20 മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ നല്ല ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുത്ത് തണുക്കാനായിട്ട് മാറ്റാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടുത്ത 2 കളേഴ്സ് എടുക്കാം. ഞാനിപ്പോൾ ഇത് സ്കൈ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂവിന് സ്കൈ ബ്ലൂ യൂസ് ചെയ്താൽ മതിയാകും. ബ്ലൂവിന് ഇല്ലെങ്കിൽ ഇച്ചിരി ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറത്ത് വെച്ചിരുന്ന ബാറ്റർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ 1/4 ടീസ്പൂണിൻ്റെ പകുതി വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുറത്ത് കുറേ നേരം വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ എഗ്ഗുള്ള കേക്കായിരുന്നെങ്കിൽ ഇത് ചേർത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതായതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്, എഗ്ഗ്ലെസ് ആയതുകൊണ്ട്. ഇനി അടുത്ത് നമ്മൾ ഗ്രീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലും കുറച്ച് നമ്മൾ എല്ലാ ബാറ്ററും ചേർക്കുമ്പോഴേക്കും ഓരോ ടേബിൾ സ്പൂൺ പാല് കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മറ്റേ ട്രേ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടിന്ന് തന്നെയാണ്. അതിൽ ബട്ടർ പേപ്പർ മാറ്റി ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കുഞ്ഞ് കേക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും പറ്റി പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ നമുക്കിതും ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതും എനിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ ഞാൻ യെല്ലോയും എടുക്കുന്നുണ്ട്. യെല്ലോ കളർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പഴയ പ്രോസസ്സ് തന്നെയാണ്. 1 ടേബിൾ സ്പൂൺ പാല്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ 1/4 ടീസ്പൂണിൻ്റെ പകുതി വിനീഗർ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓറഞ്ചും കൂടെ ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് ഞാൻ യെല്ലോയും റെഡും കൂടെ ചേർത്തിട്ടാണ് ഓറഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ ഇല്ലായിരുന്നു. അപ്പം കുറച്ച് അധികം 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ യെല്ലോ ചേർക്കുക. റെഡ് വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഓറഞ്ച് കളർ ഉണ്ടാക്കിയെടുക്കണേ. ഇതും എനിക്ക് 20 മിനിറ്റ്സ് കൊണ്ട് എന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ബേക്കിംഗ് ടിന്ന് കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് റെഡാണ്. ഞാൻ സൂപ്പർ റെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പഴയ പ്രോസസ്സ് തന്നെയാണ്. 1 ടേബിൾ സ്പൂൺ പാല്, പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി വിനീഗർ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം എനിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനെ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതിനെ അസംബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ആ ഒരു ബോർഡ് വെച്ചിട്ട് അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വയലറ്റ് ആണ് വെച്ച് കൊടുത്തത്. വയലറ്റിൽ ഞാൻ നമ്മുടെ ബ്ലൂബെറി ക്രഷാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രഷ് ഇടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ക്രഷ് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഓരോ ലെയറിലും ഓരോ ക്രഷാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു ഇതായിരിക്കും, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഒട്ടും സ്റ്റിഫല്ല കേട്ടോ, ഒലിച്ചിപ്പോഴേ പോകുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു എങ്ങനെയും ഇതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ അടുത്ത് ഇൻഡിഗോ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇൻഡിഗോ കളറാണ്. പിന്നെ അതിനെ ഇതിൽ ഞാൻ ബ്ലൂബെറി ക്രഷും നമ്മുടെ ബ്ലാക്ക് കറന്റ് ക്രഷും കൂടെ ഇച്ചിരി ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതും അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. സോറി, ഇതിൽ ബ്ലാക്ക് കറന്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ അടുത്ത് ബ്ലൂ എടുക്കുമ്പോഴാണ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോഴേ ആ സൈഡിൽ നിന്നൊക്കെ ഒലിച്ച് പോകുന്നുണ്ട്. ഞാനൊന്ന് സെറ്റാക്കി എടുക്കാം, അപ്പോഴേക്ക് ശരിയാകുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോലും സെറ്റ് ആവണം പോലും ഉണ്ടായിരുന്നില്ല. ഗ്രീൻ കളർ, ഇതിപ്പം ബ്ലൂവും ഗ്രീനും എനിക്കിതൊന്ന് എടുത്ത് മാറ്റേണ്ടി വന്നു. കാരണം രണ്ടും ആദ്യം ഗ്രീനിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു ഇളകി വീഴാൻ നോക്കിയത്. അപ്പം ഞാൻ അതിനെ ഒരുവിധം സെറ്റാക്കി വെച്ചപ്പോഴേക്കും ബ്ലൂവിൻ്റെ അവിടെ നിന്ന് തന്നെ മൊത്തത്തിൽ താഴെ പോയിട്ട്, ഇതിപ്പം ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് കറണ്ടും ബ്ലൂബെറി ക്രഷും കൂടിയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പിസ്ത ക്രഷാണ് കേട്ടോ ചെയ്യണം. അപ്പോൾ ഈ ഒരു
ബ്ലൂവും ഗ്രീനും എൻ്റെ കസ്റ്റമറിന് കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ വിപ്പിംഗ് ക്രീം തന്ന പണിയാണ്. അതുകൊണ്ട് ആ 2 ഫ്ലേവർ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ ഓറഞ്ചാണ് വെക്കുന്നത്, സോറി യെല്ലോയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പം അതിൽ ഞാൻ മാംഗോയുടെ ക്രഷാണ് കേട്ടോ യൂസ് ചെയ്തത്. കാരണം എൻ്റെ സ്പാച്ചിൽ കാണുമ്പോൾ തന്നെ അറിയാം അത് എത്രത്തോളം. ഈ ഒരു സമയം ആയപ്പോഴേക്കും തന്നെ അത് ചെരിഞ്ഞ് പോകണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഫിനിഷ് ആക്കിയിട്ട് അത്രയും ലെയറും വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇടയ്ക്ക് എടുത്ത് അതിനെ വീണ്ടും നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ ഒരുവിധം നേരെ ഇരുന്നു. പിന്നെ ഞാൻ ഈ ഒരു എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചാൽ കൊണ്ടുപോയി. പക്ഷേ ഫ്രിഡ്ജിൽ ഞാൻ ഒരു 10-15 മിനിറ്റ് കൂടുതൽ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. എന്നിട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ 2 ലെയറും മാറ്റിക്കളയുന്നത്. ഈ ഒരു ഗ്രീനും അതിൻ്റെ താഴെയുള്ള ബ്ലൂവും ഞാൻ മാറ്റുന്നുണ്ട്. ഇത്രയും അതിലെല്ലാം മാറ്റിയിട്ട് ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ആ ഒരു വിപ്പിംഗ് ക്രീം തന്നെ വെച്ച് വളരെ കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുത്തതാണിത്. ഇപ്പോഴും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ കസ്റ്റമർ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ കസ്റ്റമർ നല്ല കസ്റ്റമർ ആയതുകൊണ്ടൊന്നും പറഞ്ഞില്ല, അത് രക്ഷപ്പെട്ടു. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നതാണ് ഈ ഒരു പണി കിട്ടിയത്. കാരണം ഇത് മൊത്തവും പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ആകെപ്പാടെ എന്തോ ചെയ്യണം. കാരണം ഈവനിങ് ടൈമായിരുന്നു, ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോയിട്ട് വിപ്പിംഗ് ക്രീം വേറെ വാങ്ങാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു. പിന്നെ ഞാൻ വലിയ ഡെക്കറേഷനൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം അത് വെച്ചിട്ട് ഡെക്കറേഷനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഫോണ്ടൻ്റ് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റാർസും ലവ് ഷേപ്പും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ആ വിപ്പിംഗ് ക്രീം കൊണ്ട് എനിക്ക് വലിയ യൂസൊന്നും ഉണ്ടായില്ല കേട്ടോ, പണി മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിൽ നല്ല റിവ്യൂസ് ഉള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് എന്തായാലും വളരെ മോശം അനുഭവമാണ് ആ ഒരു വിപ്പിംഗ് ക്രീം കൊണ്ട് കിട്ടിയത്. പിന്നെ ഞാൻ ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ വിപ്പിംഗ് ക്രീം ലൂസായിട്ട് എൻ്റെ ഫോണ്ടൻറ്റ് മെൽറ്റായി വരെ പോയി. കസ്റ്റമർ വീട്ടിൽ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചിട്ടാണ് പിറ്റേന്ന് എടുത്ത് കട്ട് ചെയ്തത്. എന്നിട്ടും പറഞ്ഞു അത് ലൂസായി പോയിട്ടുണ്ട്. അത് ഭയങ്കര സങ്കടം തോന്നി. ഇതുവരെ കേക്ക് ചെയ്ത് ഭയങ്കര സങ്കടം തോന്നിയൊരു കേക്കായിരുന്നു ഇത്. ഒരുപാട് പ്രതീക്ഷയോടെ എടുത്തൊരു കേക്കായിരുന്നു. പക്ഷേ വിപ്പിംഗ് ക്രീം നല്ല അടാറ് പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.